കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി ഇന്നലെ നിറക്കെടുത്തപ്പോൾ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ അടിച്ചത് കൽപ്പറ്റയിലെ സ്വകാര്യ ബസ് ജീവനക്കാരനായ ജയേഷിനാണ്. ജയേഷ് നമ്മളോടൊപ്പമുണ്ട്. നമ്മളുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. പക്ഷേ ഈ ലോട്ടറി അടിച്ച സംഭവത്തിൽ ഒരു നന്മയുടെ, ഒരു സത്യസന്ധതയുടെ വലിയൊരു കഥ കൂടിയുണ്ട്. അത് നമുക്ക് ജയേഷിനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ ലോട്ടറി എടുത്തത്? എന്താ ഇതിൻ്റെ ഒരു കഥയും കൂടെ ഉണ്ടല്ലോ നമ്മളിതിൽ? ഞങ്ങൾ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു 2 ദിവസം. അപ്പോൾ ബാഗിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 എടുത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ ഇയാളെടുത്ത് വെച്ചു. അങ്ങനെ ഒരു 2:50 ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ 3:15 വിളിച്ച്. ഞാൻ ചോദിച്ചില്ല, ഇത് ഇടയ്ക്ക് കളിയാക്കുന്നതാണല്ലോ. പിന്നെ ഇവിടെ ഞങ്ങളെ ഒരു കുടുംബം പോലെയാണ്, എപ്പോഴും അങ്ങോട്ടും കൂടെ അടിയൊക്കെ ഉള്ള പരിപാടിയൊക്കെ തന്നെ. അപ്പം ഞാൻ തമാശ വരാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ ഇയാൾ വിളിച്ച് പറഞ്ഞ് അടിച്ചിട്ടുണ്ട് പറഞ്ഞു. മാറ്റി വെച്ച ടിക്കറ്റിന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം? ഇല്ല, അത് നമുക്ക് അത്ര വിശ്വാസമുള്ള ആൾക്കാരാണല്ലോ ഇവര്. അപ്പോൾ അവരെ ചതിക്കില്ല, നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്ന കഥ. ഈ ലോട്ടറി അടിച്ച ആൾക്ക് 5 ടിക്കറ്റ് എടുത്തു വെക്കാൻ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലെ അമ്മ ലോട്ടറി ഷോപ്പിൽ പറഞ്ഞു. പക്ഷേ ആ ടിക്കറ്റിന്റെ നമ്പർ പോലും അറിയില്ല, ടിക്കറ്റ് കയ്യിൽ വാങ്ങിയിട്ടില്ല, പണം കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ടും അതിലൊരു ടിക്കറ്റിന് ഒന്നാം സമ്മാനം അടിച്ചപ്പോൾ ആ 1 കോടി രൂപ അടിച്ചു എന്ന വിവരം ഇവർ ഫോണിലാണ് അറിയിക്കുന്നത്. ഈ ലോട്ടറി കടയിലെ ആളുകൾ മുഴുവൻ, ഉടമ, ആരോഷ്, മറ്റ് ജീവനക്കാരൊക്കെ നമ്മളോടൊപ്പമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു സത്യസന്ധതയുടെ, ഒരു നന്മയുടെ കഥ കൂടിയാണ്. ആരോഷ് പറയൂ. അത് ഒന്നുമില്ല, 3 മണിയായപ്പോൾ 3:10 അല്ലേ, നമുക്ക് ലൈവിൽ റിസൾട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് ഇവിടെയാണെന്ന് പറഞ്ഞു. നമ്മൾ ആളെ എങ്ങനെ നോക്കുക, എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് ടിക്കറ്റ് ഇവിടെയാണ് അടിച്ചതെന്ന് അറിയുന്നത്. അതിന് തൊട്ട് ബേക്കിലും മുന്നിലുള്ള ടിക്കറ്റൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി അതിലുണ്ടോന്ന്. അപ്പോൾ ഇല്ല, ടിക്കറ്റ് അടിച്ച ആളെ മനസ്സിലാകുന്നില്ല. പിന്നെയാണ് ജയേഷിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ജയേഷിന് വേണ്ടി 5 ടിക്കറ്റ് മാറ്റി വെച്ചിരുന്നു. ഇവള് മാറ്റി വെച്ചതാണ്. അപ്പോൾ ജയേഷിൻ്റെ കാര്യം പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു നോക്കിയിട്ട് കറക്റ്റ് അതിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇവളോട് പറഞ്ഞു ഞാൻ ജയേഷിനെ ഉടനടി വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ജയേഷിനെ വിളിച്ച പോകുന്നത് അത് വിശ്വസിക്കാൻ തയ്യാറില്ല. ഇവരിടക്കിടക്ക് ഇങ്ങനെ പ്രൈസ് അടിക്കുമ്പോൾ അവനെ കളിപ്പിക്കലുണ്ട്. അപ്പോൾ അതാണെന്നാണ് ആൾ വിചാരിച്ചത്. അപ്പോൾ ഞാൻ തന്നെ വിളിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, ജയേഷെ ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെയാണ്, തീർച്ചയായിട്ടും പെട്ടെന്ന് ഓടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സ്റ്റോളിൽ എപ്പോഴും പ്രൈസ് അടിക്കുന്നുണ്ടാവും. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ, കാരണം അവർക്ക് നമ്പർ പോലും അറിയില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ തെറ്റായ ചിന്തകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണല്ലോ. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. അത് അവർക്ക് അർഹതപ്പെട്ടത്. നമുക്ക് ആ ടിക്കറ്റിന്റെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതും ആ ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന ഒരു ലാഭം നമുക്ക് അർഹതപ്പെട്ടതുള്ളൂ. അത് മതി നമുക്ക്. എന്താ പറഞ്ഞോളൂ. വെച്ചിട്ടുണ്ട് 12 മണിക്ക് ശേഷം പണമടച്ച് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിന്നീട് വരുന്ന പരാതികൾ സ്വീകരിക്കില്ല എന്ന്. പക്ഷേ നമ്മൾ സത്യസന്ധമായി അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് വരുന്നത്. അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ കിട്ടി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും നടത്തുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ആൾക്ക് ആ ഒരു ഭാഗ്യം കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് അർഹതപ്പെട്ട ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ച ടിക്കറ്റാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അത് ആ അർഹതപ്പെട്ട ആൾക്ക് പണം കിട്ടിയെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് ഈ ആരോഷും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് വെറുതെ ഒരു ലോട്ടറി അടിച്ച കഥയല്ല, നല്ല മനുഷ്യരുടെ, സ്നേഹമുള്ള മനുഷ്യരുടെ, സത്യസന്ധരായ മനുഷ്യരുടെ കൂടി കഥയാണ്. പ്രജോഷിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ തട്ടിപ്പിന്റെയും കളവിന്റെയും ഒക്കെ വാർത്തകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, മലയാളികളുടെയൊക്കെ ചിന്താഗതി മാറിയിരിക്കുന്നു, ആൾക്കാരെ പറ്റിച്ച് എങ്ങനെ കാശുണ്ടാക്കുന്നത് ചിന്തിക്കുന്നവരാണ് ചുറ്റുമുള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള മനുഷ്യർ കൂടി നമുക്ക് ചുറ്റുമുണ്ട്, സത്യസന്ധരായ മനുഷ്യരുണ്ട്. ശരിക്കും വാർത്ത കാണുമ്പോൾ വെറുതെ ഒരു ലോട്ടറി അടിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ഒരു നന്മ അതിലുണ്ട്. ചെയ്യുന്ന ജോലി എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ അതിനൊരു നേരും നെറിയുമുണ്ട് എന്നവരുടെ മനസ്സിൽ ഉറപ്പിച്ച മനുഷ്യരാണ്. ആ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. നമുക്ക് അർഹതപ്പെട്ടതല്ല, അപ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് കൃത്യമായി കൊടുക്കണം. അതിനുള്ള കമ്മീഷൻ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യർ കൂടി ചുറ്റുമുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം, വലിയ അഭിമാനം. ഹിമ, എത്ര നല്ല മനുഷ്യരാണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്നാണ് ഈ ഒരു കഥ കേൾക്കുമ്പോൾ, ഈ സംഭവം അറിയുമ്പോൾ നമ്മൾ ചോദിച്ചു പോകുക. എത്ര നല്ല മനുഷ്യർ, എത്ര സത്യസന്ധരായ മനുഷ്യർ, എത്ര നന്മയുള്ള ഒരു ലോകമാണ് എന്നതാണ്. കാരണം ഈ സംഭവത്തിൽ നമുക്കറിയാം, ഈ ജയേഷ് ബസ് കണ്ടക്ടറാണ്, സ്ഥിരമായി ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിൽ നിന്ന് ലോട്ടറി എടുക്കാറുണ്ട്. അവർ തമ്മിൽ വളരെ അടുപ്പമാണ്. ഇന്നലെ അങ്ങനെ ലോട്ടറി കഴിഞ്ഞ ദിവസം എടുക്കാനായി
ജയേഷ് വിളിച്ചു പറയുന്നു എനിക്കൊരു 5 ടിക്കറ്റ് മാറ്റി വെക്കണം, കയ്യിൽ പൈസ ഇല്ല, ടിക്കറ്റ് മാറ്റി വെച്ചോളൂ, ഞാൻ പൈസ തരാമെന്ന് പറയുന്നു. ലോട്ടറി കടയിലെ ജീവനക്കാർ ടിക്കറ്റ് എടുത്തു വെക്കുന്നു. പിന്നീട് ഈ 3 മണിയോടെ ഈ റിസൾട്ട് വന്നപ്പോൾ, നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ കടയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ അത് തിരയുന്നു, ആർക്ക് വിറ്റ ടിക്കറ്റാണെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ അവിടെ ജോലിക്കാരിയായ സ്വാതി പറയുന്നത് ജയേഷിന് വേണ്ടി ടിക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നോക്കാമെന്ന് പറയുന്നു. അത് അപ്പം തന്നെ ജയേഷിനെ വിളിച്ച് പറയുന്നു എന്നുള്ളതാണ്. ജയേഷ് ഇത് കണ്ടിട്ട് നമ്പർ ഏത് ടിക്കറ്റാണെന്നുള്ള നമ്പർ പോലും ജയേഷിന് അറിയില്ല. അവർക്കത് വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവർ വിളിച്ച് ജയേഷിനോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ച ടിക്കറ്റിന് 1 കോടി രൂപ സമ്മാനം അടിച്ചിരിക്കുന്നു എന്ന്. നമുക്കത് എത്ര സന്തോഷത്തോടെയാണ് ആ ഒരു കഥ കേൾക്കാൻ കഴിയുക. ഞാനത് അവരോട് ചോദിച്ചപ്പോൾ ഈ ആരോഷാണെങ്കിലും, ലോട്ടറി കട ഉടമ ആരോഷാണെങ്കിലും അതുപോലെ സ്വാതിയാണെങ്കിലും അവർ പറയുന്നത് അത് ജയേഷിന് അർഹതപ്പെട്ടതാണ്. ആ സമ്മാനം 1 കോടി രൂപ ജയേഷിന് അടിച്ചതാണ്, ജയേഷിൻ്റെ ടിക്കറ്റിന് അടിച്ചതാണ്. ഞങ്ങൾക്കതിൽ അതിൻ്റെ കമ്മീഷൻ കിട്ടിക്കോളും, ഞങ്ങൾക്ക് മറ്റൊന്നും ആഗ്രഹിക്കേണ്ടതില്ല എന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. അതാണ് സ്വാതിയും അത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഹിമ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്ര നല്ല തീർച്ചയായും എത്ര നല്ല മനുഷ്യനാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇപ്പം എന്തായാലും ജയേഷിന് വലിയ സന്തോഷമുണ്ടാകും. കാരണം സുഹൃത്തുക്കളാണോ പരിചയക്കാരാണോ, വേണമെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് മാറ്റി വെച്ചാൽ ആരും അറിയില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ല ചുറ്റുമുള്ള മനുഷ്യർ. അവരെ എത്രത്തോളം സത്യസന്ധരാണ് ചെയ്യുന്ന ജോലിയിൽ എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല മനുഷ്യർ കൂടി നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു.